ഇതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മറ്റൊരു പ്രസംഗം കൂടെ കേട്ടു. 6 വയസ്സ് വാസ്തവത്തിൽ ഭൂമിയിൽ വെച്ച് കൂടാത്തതാണ്. എത്രമാത്രം വൃത്തികേടാണ് പറയുന്നത് ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച്. 6 വയസ്സിൽ ശാരീരിക ബന്ധം പുലർത്തി എന്ന് പറയാ. 6 വയസ്സിൽ പുലർത്തിയോ? ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? 10 വയസ്സിലാണല്ലോ. കേട്ടല്ലോ. ഇവരൊക്കെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ഇവർ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്? അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് വളരാൻ കഴിയാത്ത ഇവർക്കൊക്കെ മിണ്ടാതെ വീട്ടിലിരിക്കുന്നതല്ലേ നല്ല? എന്തിനാണ് ഇങ്ങനെ നാട് നീളം മൈക്ക് കെട്ടി വൃത്തികേട് വിളിച്ച് പറയുന്നത്? എന്തിനാണ്? എത്ര അപമാനമാണ് ഇവർ മനുഷ്യ സമൂഹത്തിന് തന്നെ ഉണ്ടാക്കുന്നത്. എന്റെ സംശയം എന്താണെന്നറിയാമോ? ഇത്രയും വിവരം കെട്ട ഈ മനുഷ്യർ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഇപ്പോഴും ആളെ കിട്ടുന്നുണ്ടല്ലോ എന്നതാണ്. ഇത്തരം മനുഷ്യർ നടന്ന് സ്ത്രീ വിരുദ്ധത വൃത്തികേടൊക്കെ പറയുന്നത് ശരിക്കും നിയമം മൂലം തന്നെ നിരോധിക്കേണ്ട കാര്യമാണ്. സുനിത ഇപ്പൊ പറഞ്ഞത് മുഴുവൻ ഇസ്ലാമോഫോബിയാണ്. ഇസ്ലാമോഫോബിയയുടെ അങ്ങറ്റമാണ് സുനിത ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇത് മുഴുവൻ ഇസ്ലാമോഫോബിക്കാണ്. ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച്, ഞങ്ങളുടെ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നിയായ ആയിഷയെക്കുറിച്ച്, അവരുടെ വിവാഹത്തെക്കുറിച്ച് കിതാബിൽ എഴുതി വെച്ച, ആയിഷ സാക്ഷ്യപ്പെടുത്തിയ, ആയിഷന്റെ വാപ്പാക്കും ആയിഷാക്കും യാതൊരു പരാതിയില്ലാതിരുന്ന ഒരു കല്യാണത്തെക്കുറിച്ച് ആധുനിക കാലത്ത് ഇസ്ലാമിന്റെ വിമർശകർ അത് വിമർശിക്കുമ്പോ 6 വയസ്സിലല്ല 10 വയസ്സിലാണ് എന്ന് നുണ പറയുകയാണ് അലിയാർ കാസിമി. 10 വയസ്സിലല്ല 9 വയസ്സിലാണ്. എന്നിട്ട് 6 വയസ്സിൽ എന്ന് പറയുന്നവര് ഭൂമിയിൽ വെച്ച് ഇടാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞാൽ എന്താ? ഒലെ കൊന്നുകളയണമെന്നല്ലേ അർത്ഥം? 9 വയസ്സിലല്ലേ അല്ലെങ്കിൽ 10 വയസ്സിലല്ലേ? അതിലെന്താ കുഴപ്പം എന്ന് ഇതാ പറഞ്ഞ സുനിതക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. മൗലവി പറഞ്ഞതിലുള്ളത് ഏതാ ഇല്ലാത്തത് ഏതാ? ഇത് വൃത്തികേടാണെന്ന് സുനിതക്ക് തോന്നും. കാരണം സുനിത ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കീഴിലാണ്. ഇപ്പൊ കാനഡയിലായിരിക്കും, അതല്ല പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കിത് വൃത്തികേടാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വൃത്തിയും വൃത്തികേടും ശരിയും തെറ്റും നിർണയിക്കുന്നത് ഞങ്ങളുടെ പ്രവാചകൻ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ സുനിതക്ക് ഈ അമർഷം തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന, പിന്നെ അശ്ലീലമായിട്ട് തോന്നുന്ന, വൃത്തികേടായിട്ട് തോന്നുന്ന ഈ കല്യാണം ഉണ്ടല്ലോ, 6 വയസ്സിൽ 53 വയസ്സുകാരൻ ആയിഷയെ കല്യാണം കഴിച്ച ആ സംഭവമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ ബാലവിവാഹം, ശൈശവ വിവാഹം അനുവദിക്കപ്പെട്ടതിന്റെ, ഹലാലാക്കി വെച്ചതിന്റെ, ഒരു വാപ്പയോ വല്യപ്പയോ സ്വന്തം മകള് 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ ഉള്ളപ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അനുവാദം കൊടുക്കുന്നതിന് മതപരമായ തെളിവായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്, കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കല്യാണമാണ്. അതിന് സുനിതക്ക് എന്താ ഛേദം എന്നാണ് ഉസ്താദ്മാർ ചോദിക്കുന്നത്. സുനിത ഇസ്ലാമോഫോബിയ പടർത്തുകയാണ്. ഞങ്ങളെ പ്രവാചകനെ കുറിച്ച് വേണ്ടാത്തത് പറയാണ്, ഇല്ലാത്തത് പറയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സുനിതക്ക് ഇതിന് മറുപടി വരും. സുനിത വലിയ രീതിയിൽ ഇസ്ലാമിക നവോത്ഥാന നായികയായിട്ട് വന്ന് മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ അങ്ങ് ഉദ്ധരിക്കാൻ വേണ്ടി ഇസ്ലാമിക നിയമങ്ങൾ അത് മനുഷ്യർക്ക് ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്തതൊക്കെ വൃത്തികേടാണ് എന്ന് എഴുതി തള്ളി അത് പ്രസംഗിക്കുന്ന മൂല്യന്മാരെ വഷളന്മാരെന്നും വിഡ്ഢികളെന്നും ബോറന്മാരെന്നും വിവരമില്ലാത്തവരെന്നും ആക്ഷേപിച്ച് ഇവരൊക്കെ കേട്ടിരിക്കാൻ ആളുകളുണ്ടല്ലോ എന്ന് അതിശയം കൂറുകയാണ് സുനിത ദേവദാസ്. ഇതാണ് ഇസ്ലാമോഫോബിയ. ഇത് ഇസ്ലാമോഫോബിയൻ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുനിത പറഞ്ഞ അത്രയും കടുത്ത ഭാഷയിൽ ഈ കാര്യങ്ങളിൽ ഞാൻ വിമർശിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ ഇസ്ലാമോഫോബിക്കും സുനിത ഇസ്ലാമത സംരക്ഷകയും. കൊള്ളാലോ കളി.